ദേവാസുരം എന്ന സിനിമയിലെ പ്രശസ്തമായ ഒരു സീനാണിത്. തൻ്റെ ഈ ജന്മത്തിലെ പാപങ്ങൾ കഴുകിക്കളയാനായിട്ട് പ്രിയപ്പെട്ട വാര്യരമാവനായിട്ട് ഒരു തീർത്ഥാടന യാത്ര പോവുകയായിരുന്നു മംഗലശ്ശേരി നീലകണ്ഠൻ. ആകസ്മികമായി ആ യാത്രയിൽ രാത്രിയിൽ അദ്ദേഹത്തിന് മുണ്ടക്കൽ ശേഖരത്തിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടാവുകയാണ്. അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ കാലുകളിലും അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ ഇടത്തെ വശത്തുമായിട്ട് വെട്ടുകൊള്ളുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുമ്പോൾ എന്തൊക്കെയാണ് അതിനോടൊപ്പം പറ്റുന്ന ഇഞ്ചുറീസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ആദ്യത്തെ അടി തൊടയെല്ലിനാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പൊട്ടൽ ഉണ്ടായിരുന്നിരിക്കാം. രണ്ടാമത്തത് കണങ്കാലിനാണ്. അപ്പോൾ അവിടെ രണ്ടാമത്തെ ഇഞ്ചുറി ഉണ്ടായിരിക്കാം. പിന്നെ നമ്മൾ കാണുന്നത് ഈ സീനിൽ കാണിക്കുന്നില്ല, പക്ഷെ വെട്ടുകൊള്ളുന്നതായിട്ടാണ്. അപ്പം ഈ ഇടത്തെ നെഞ്ചിൻ്റെ ഭാഗത്ത് വെട്ടുകൊള്ളുമ്പോൾ അവിടെ സാധാരണഗതിയിൽ അവിടെ അതിൻ്റെ മുകളിലായിട്ട് കോളർ ബോണിൻ്റെ മുകളിലായിട്ട് ബ്രേക്കിയൽ പ്ലെക്സസ് എന്ന് പറഞ്ഞ ഒരു കെട്ട് ഞരമ്പുകൾ പോകുന്നുണ്ട്. നമ്മുടെ കൈയിനെ ചലിപ്പിക്കാനും അതിൻ്റെ സ്പർശനവും എല്ലാം കൺട്രോൾ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രേക്കിയൽ പ്ലെക്സസ് ആണ്. അപ്പോൾ അവിടെ ഒരു വെട്ട് കൊള്ളുന്നതായിട്ട് നമുക്ക് ഒന്ന് സങ്കല്പിക്കാം. തുടർന്ന് ആ ചിത്രത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മോഹൻലാൽ ഒരു കസേരയിൽ ഇരുന്ന് ഇടത്തേക്ക് കുറച്ച് തളർന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ ബ്രേക്കിയൽ പ്ലെക്സസിന് ഇഞ്ചുറി ആയിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം. തുടയെല്ലും കണങ്കാലും പൊട്ടുന്ന അവസ്ഥയിൽ സാധാരണ ആ എല്ലിനെ പിടിച്ചു നിർത്താനായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നെയിൽ അല്ലെങ്കിൽ കമ്പി ഇട്ട് അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാറ് സാധാരണ ഒടിവുള്ളപ്പോൾ. ബ്രേക്കിയൽ പ്ലെക്സസ് ഇഞ്ചുറിയുടെ സിവിയറിറ്റി അസസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഒന്നുകിൽ അതിനെ വെറുതെ വിടാം, നമുക്ക് വെയിറ്റ് ആൻഡ് ഒബ്സർവ് എന്ന രീതിയിൽ ആ തളർച്ച മാറി തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുമോ, അല്ലെങ്കിൽ അതൊരു 6 മാസത്തിനകത്ത് അത് വരുന്നില്ല എങ്കിൽ ഒരു സർജറിയിലോട്ട് സാധാരണ ന്യൂറോ സർജൻസ് പോകാറുണ്ട്. സാധാരണ നെയിലിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഉടനെ സ്റ്റാർട്ട് ചെയ്ത് വോക്കർ ഉപയോഗിച്ച് ആ വ്യക്തി അല്ലെങ്കിൽ പേഷ്യൻ്റ് നമ്മൾ നടത്തിക്കാറുണ്ട്. അതുവരെ താന്തോന്നിയും ആരെയും കൂസാതെയും ജീവിച്ചിരുന്ന നീലകണ്ഠന് പെട്ടെന്ന് മനസ്സിൽ ഒരു നിസ്സഹായാവസ്ഥ രൂപപ്പെട്ടു തുടങ്ങി. ഇടതുവശം തളർന്ന് പകുതി ചത്ത തനിക്ക് ഇനി എന്തിന് ജീവിക്കണം എന്ന് വരെ മനസ്സിൽ തോന്നി തുടങ്ങി. ദേവാസുരത്തിലെ ഈ സന്ദേശം നമുക്ക് ഒപ്പിയെടുക്കാം. നമ്മുടെ ആപത്ഘട്ടത്തിൽ, നമ്മുടെ നിസ്സഹായാവസ്ഥയിൽ നേരത്തെ നമ്മുടെ ഒപ്പം നിന്ന പല ആൾക്കാരും നമ്മളെ വിട്ടുമാറാം. പക്ഷേ നാം ഒരു സമയത്ത് ഒരുപാട് ശകാരിച്ചവരും ദ്രോഹിച്ചവരുമായിരിക്കാം നമ്മളെ സഹായിക്കാനായി അങ്ങനെ ഒരു ഘട്ടത്തിൽ ഓടിയെത്തുക. അവരിലെ നന്മ നാം തിരിച്ചറിയാൻ ശ്രമിക്കും.